ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആദ്യമായിട്ടൊരു യുദ്ധമുണ്ടായത് എപ്പോഴാണെന്ന് അറിയാമോ? നമ്മൾ സ്വാതന്ത്ര്യം നേടി വെറും 2 മാസം തികയുന്നതിന് മുമ്പ് 1947 ഒക്ടോബർ. കാരണം എന്താണെന്ന് അറിയാമോ? ഇന്ത്യയുടെ കിരീടമായ കാശ്മീർ. 1947 കാശ്മീർ ഭരിച്ചിരുന്നത് മഹാരാജ ഹരിസിംഗ് ആയിരുന്നു. സ്വതന്ത്രമായിട്ട് നിൽക്കാനായിരുന്നു അദ്ദേഹം തീരുമാനിച്ചത്. അതായത് ഇന്ത്യയോടൊപ്പമോ അതുപോലെ പാകിസ്ഥാന്റെ ഒപ്പമോ ചേരില്ല എന്നൊരു നയമായിരുന്നു അദ്ദേഹത്തിന്. അത് മനസ്സിലാക്കിയ പാകിസ്ഥാൻ തന്ത്രപൂർവ്വം കാശ്മീർ പിടിച്ചെടുക്കാൻ പദ്ധതിയിട്ടു. ഇതറിഞ്ഞ രാജ ഹരിസിംഗ് ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ചു. 1947 ഒക്ടോബർ 22-ന് ആദിവാസികൾ എന്ന വ്യാജേന പാക് സൈന്യം കാശ്മീരിലേക്ക് ഇരച്ചു കയറിയപ്പോൾ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ഉരുക്കു മനുഷ്യനായ സർദാർ വല്ലഭായ് പട്ടേലും തക്ക സമയത്ത് ഇടപെട്ടു. അങ്ങനെ ഒക്ടോബർ 26-ന് രാജാ ഹരിസിംഗ് ഇന്ത്യയുമായിട്ട് ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ ഒപ്പുവെച്ചു. കാശ്മീർ ഔദ്യോഗികമായിട്ട് ഇന്ത്യയുടെ ഭാഗമായി. സർദാർ പട്ടേലിന്റെ ഉറച്ച തീരുമാനത്തിൽ ഇന്ത്യൻ സൈന്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ എയർലിഫ്റ്റിന് ഉത്തരവിട്ടു. തൊട്ടടുത്ത ദിവസം, അതായത് ഒക്ടോബർ 27-ന് ഇന്ത്യൻ ആർമിയുടെ ഡാക്കോട്ട വിമാനങ്ങൾ ശ്രീനഗർ വിമാനത്താവളത്തിൽ പറന്നിറങ്ങി. -ഡിഗ്രി തണുപ്പിൽ ആവശ്യത്തിന് ആയുധങ്ങൾ പോലും ഇല്ലാതെയാണ് നമ്മുടെ ജവാന്മാർ അന്ന് പോരാടിയത്. തൻ്റെ ഒടുവിലത്തെ ശ്വാസവും അവസാനത്തെ വെടിയുണ്ടയും ഉള്ളിടത്തോളം കാലം കാശ്മീർ വിട്ടുകൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ച് പൊരുതിയ മേജർ സോംനാഥ് ശർമ്മ ഇന്ത്യയുടെ ആദ്യത്തെ പരമവീര ചക്രം നേടിയ ധീരയോദ്ധാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ പോലെയുള്ള വീരന്മാർ സ്വന്തം ജീവൻ കൊടുത്ത് പാക് പടയെ തുരത്തി ഓടിച്ചു. ഏതാണ്ട് 1 വർഷത്തോളം നീണ്ടുനിന്ന ആ രക്തരൂക്ഷിതമായ പോരാട്ടത്തിൽ മാതൃഭൂമിക്കായിട്ട് 1100ഓളം ധീര ജവാന്മാരാണ് വീരമൃത്യു വരിച്ചത്. എന്നാൽ നമ്മുടെ ആർമിയുടെ അടിയേറ്റ പാകിസ്ഥാന്റെ 6000-ലധികം സൈനികരും ഭീകരരുമാണ് അവിടെ ഒടുങ്ങിയത്. 1949 ജനുവരി 1-ന് ഐക്യരാഷ്ട്രസഭ, അതായത് UN ഇടപെട്ടിട്ട് വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോഴേക്കും കാശ്മീരിന്റെ 2/3 ഭാഗവും ഇന്ത്യ സുരക്ഷിതമാക്കിയിരുന്നു. എന്നാൽ പാകിസ്ഥാൻ അന്ന് അനധികൃതമായിട്ട് കൈയടക്കി വെച്ച ഭാഗമാണ് ഇന്ന് നമ്മൾ POK അഥവാ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് വിളിക്കുന്നത്. അന്ന് സർദാർ പട്ടേലും നെഹ്റുവും കാട്ടിയ ആർജവും നമ്മുടെ പട്ടാളക്കാരുടെ ചോരയുമാണ് ഇന്ന് കാണുന്ന കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കി നിർത്തിയത്. ഈ വീരചരിത്രത്തിന് മുന്നിൽ ഒരു ബിഗ് സല്യൂട്ട്. അപ്പോൾ ഇതുപോലുള്ള ഹിസ്റ്റോറിക്കൽ ഫാക്ട്സിനും ഇൻഫർമേറ്റീവ് കണ്ടന്റ്സിനും വേണ്ടിയിട്ട് നമ്മുടെ ഈ പേജ് ഫോളോ ചെയ്യുക.